ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 29-ാമത്തെ അധ്യായം. അതിൽ 21-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥൈകോനത്രിംശോऽധ്യായ. പ്രാചീനബർഹിരുവാച ഭഗവംസ്തേവജോസ്മാഭിർന സമ്യഗവഗമ്യതേ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാദ്യദ്വനക്ത്യാത്മനഃ പുരം ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദമപാദകം. യോ വിജ്ഞാതാഹൃതസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ യെന്ന വിജ്ഞായതേ പുംഭിർനാമഭിർവാ ക്രിയാഗുണൈഃ യദാ ജിഘൃക്ഷൻ പുരുഷഃ കാസ്നേന പ്രകൃതേർഗുണാൻ നവദ്വാരം ദ്വിഹസ്താംഘ്രി തത്രാമനുതസാധ്വിതി. ബുദ്ധിം ദുപ്രമദാ വിദ്യാൻ മമാഹമിതി യൽകൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേക്ഷഭിർഗുണാൻ. സഖായ ഇന്ദ്രിയഗണാ ജ്ഞാനം കർമ്മജയൽകൃതം സഖ്യസ്തദ്വൃത്തയ പ്രാണഃ പഞ്ചവൃത്തിർയഥോരഗഃ. ബൃഹദ്ബലം മനോവിദ്യാദുഭയേന്ദ്രിയനായകം പഞ്ചാലാഃ പഞ്ചവിഷയായന്മധ്യേ നവഖം പുരം. അക്ഷിണീനാസികേ കർണൗ മുഖം ശിസ്നഗുദാവിതി ദ്വേ ദ്വേ ദ്വാരൗ ബഹിര്യാതി യസ്തദിന്ദ്രിയസംയുതഃ. അക്ഷിണീനാസികേ യാസ്യമിതി പഞ്ചപുര കൃതാഃ. ദക്ഷിണാ ദക്ഷിണകർണ ഉത്തരാചോത്തരസ്മൃതഃ. പശ്ചിമേ ഇത്യഥോദ്വാരൗ ഗുദം ശിസ്നമിഹോച്യത്തെ. ഖദ്യോദാവിർമുഖീ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ രൂപം വിഭ്രാജിതം താഭ്യാം വിജഷ്ടേ ചക്ഷുഷേശ്വരഃ. നളിനീ നാളിനീ നാസേ ഗന്ധാഃ സൗരഭ ഉച്യത്തെ. ഘ്രാണാവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസദ്വിദ്രസഃ. ആപണോ വ്യവഹാരോത്ര ചിത്രമന്ധോ ബഹൂദനം. പിതൃഹുർ ദക്ഷിണകർണ ഉത്തരോ ദേവഹൂ സ്മൃതഃ. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാലസംജ്ഞിതം. പിതൃയാനം ദേവയാനം ശ്രോത്രാത് ശ്രുതിധരാത് വ്രജേത്. ആസുരീം മേഢ്രമർവാഗ്ദ്വാ വ്യവായോ ഗ്രാമിണാം രതിഃ ഉപസ്ഥോ ദുർമദ പ്രോക്തോ നിർഋതിർഗുദ ഉച്യത്തെ. വൈശസന്നരകം പായുർലുബ്ധഗോന്ധൗ തു മേ ശൃണു. ഹസ്തപാദൗ പുമാംസ്താഭ്യാം യുക്തോ യാതി കരോതി ച. അന്തഃപുരം ച ഹൃദയം വിഷൂചിർമന ഉച്യത്തെ. തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തൽഗുണൈഃ. യഥാ യഥാ വിക്രിയത്തെ ഗുണാക്തോ വികരോതി വാ തഥാ തഥോപദ്രഷ്ടാത്മാ തദ്വൃത്തിരനുകാര്യത്തെ. ദേഹോ രഥസ്ത്വിന്ദ്രിയാശ്വസ്സംവത്സരയോ ഗതിഃ. ദ്വികർമ്മചക്രസ്ത്രിഗുണധ്വജ പഞ്ചാസു ബന്ധുരഃ. മനോരശ്മിർബുദ്ധിസൂതോ ഹൃന്നീഡോ ദ്വന്ദ്വകൂപരഃ. പഞ്ചേന്ദ്രിയാർത്ഥപ്രക്ഷേപ സപ്തധാതുവരൂഥകഃ. ആകൂതിർവിക്രമോ ബാഹ്വ്യോ മൃഗദൃഷ്ടാം പ്രധാവതി. ഏകാദശേന്ദ്രിയചമൂഃ പഞ്ചസൂനാ വിനോദഗൃൽ. 21-ാമത്തെ ശ്ലോകം ആണ്. സംവത്സരശ്ചണ്ഡവേഗകാലോ യേനോപലക്ഷിതഃ. തസ്യാഃ ആനീഹ ഗന്ധർവാ ഗന്ധർവ്യോ രാത്രയ സ്മൃതാഃ. ഹരന്ത്യായുപരിക്രാന്ത്യാ ഷഷ്ട്യുത്തരശതത്രയം. ഒന്നുകൂടി ചൊല്ലാം. സംവത്സരശ്ചണ്ഡവേഗകാലോ യേനോപലക്ഷിതാ. തസ്യാഃ ആനീഹ ഗന്ധർവാ ഗന്ധർവ്യോ രാത്രയ സ്മൃതാഃ. ഹരന്ത്യായുപരിക്രാന്ത്യാ ഷഷ്ട്യുത്തരശതത്രയം. അപ്പോൾ ഇവിടെ ആ കാലത്തെയാണ് ലക്ഷണം ആക്കിയിട്ട് ഉപലക്ഷിതം ആക്കിയിട്ട് ആ സംവത്സരം എന്ന് പറഞ്ഞിരിക്കണം. സംവത്സര ചണ്ഡവേഗ. ആ ചണ്ഡവേഗം എന്ന് പറയുന്നത് ആ സംവത്സരം ആയിരിക്കുന്ന കാലം. ഏനോപലക്ഷിത കാലത്തിൻ്റെ ലക്ഷണം ആണ് ആ ചണ്ഡവേഗം എന്ന് പറയുന്നത്. കാലഹ ഏന കാലം. ആ ഏതിലൂടെ ഉപലക്ഷിത, ഏതിലൂടെയാണോ കണക്കാക്കുന്നത് സംവത്സരത്തിലൂടെയാണ്. സംവത്സര ആ സംവത്സരത്തിനാണ്, ആ സംവത്സരമാണ് ചണ്ഡവേഗൻ എന്നുള്ള ആ ഗന്ധർവൻ. തസ്യ അവൻ്റെ കീഴിലുള്ള. തസ്യാഹാനീഹ ഗന്ധർവ അവൻ്റെ കീഴിലുള്ള ഗന്ധർവന്മാരാണ് ആ പകലുകൾ. ഗന്ധർവ്യോ രാത്രയ ഗന്ധർവ സ്ത്രീകൾ രാത്രികളും ആണ്. രാത്രയ സ്മൃത ഹരന്ത്യായവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആയുസ്സിനെ ഹരിക്കണു. പരിക്രാന്ത്യ അവരിങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ്. ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഷഷ്ടിത്തര ശതത്രയം 360 സൈന്യങ്ങളാണ്. 365 അതിനെപ്പറ്റി പറയാം. 360 എന്ന് പറയാം.
അതാണ് ഷഷ്ട്യുത്തര ശതം ത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഒരു സംവത്സരത്തിൽ 365 ദിവസമുണ്ട്. അപ്പോൾ അത് രാത്രിയും പകലും ചേർന്ന് ഈ 365 ദിവസങ്ങളിൽ കൂടി ഇങ്ങനെ ഈ സഞ്ചരിച്ചിട്ട് ആ ആയുസ്സിനെ അവിടെ ഹരിക്കണു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ കാലഹ കാലം, ഏന ഏതിലൂടെ, ഉപലക്ഷിത കണക്കാക്കുന്നുവോ, സംവത്സര ആ സംവത്സരമാണ്, ചണ്ഡവേഗ ചണ്ഡവേഗൻ എന്ന ഗന്ധർവൻ, തസ്യ അവൻ്റെ കീഴിലുള്ള ഗന്ധർവാഹ ഗന്ധർവന്മാർ, അഹാനി പകലുകൾ, ഗന്ധർവ്യ ഗന്ധർവിമാർ രാത്രയ രാത്രികളും ആണ്, ഇഹ സ്മൃത ഇത് ഇവിടെ സ്മരിക്കപ്പെടുന്നു, ഇത് ഇഹ സ്മൃതാഹ ഇവിടെ സ്മരിക്കപ്പെടുന്നു. ഷഷ്ട്യുത്തര ശതത്രയം അവരെല്ലാവരും കൂടി ഓരോ സംഘത്തിലും 360 പേരാണുള്ളത്. വരുന്ന ഇവർ പരിക്രാന്ത്യ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ആയുസ്സിനെ ഹരന്തി അപഹരിക്കുന്നു. കൂടി പറയാം, കാലഹ കാലം, ഏന ഏതിലൂടെ, ഉപലക്ഷിത കണക്കാക്കുന്നുവോ, സംവത്സര ആ സംവത്സരമാണ്, ചണ്ഡവേഗ ചണ്ഡവേഗൻ എന്ന ഗന്ധർവൻ, തസ്യ അവൻ്റെ കീഴിലുള്ള ഗന്ധർവാഹ ഗന്ധർവന്മാർ, അഹാനി പകലുകളും, ഗന്ധർവ്യ ഗന്ധർവിമാർ, രാത്രയ രാത്രികളും എന്ന് ഇഹസ്മൃതാഹ ഇവിടെ സ്മരിക്കപ്പെടുന്നു. ഷഷ്ട്യുത്തര ശതത്രയം ഓരോ സംഘത്തിലും 360 വീതം വരുന്ന ഇവർ, പരിക്രാന്ത്യ അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ആയുസ്സിനെ ഹരന്തി അപഹരിക്കുന്നു. അതിൽ തന്വയം വന്നിട്ട് കാലഹ യേന ഉപലക്ഷിത സംവത്സര ചണ്ഡവേഗ തസ്യ ഗന്ധർവാഹ അഹാനി ഗന്ധർവ്യ രാത്രയ ഇഹ സ്മൃതാഹ. ഷഷ്ട്യുത്തര ശതത്രയം പരിക്രാന്ത്യ ആയുഹു ഹരന്തി. എന്നുകൂടി പറയാം, കാലഹ യേന ഉപലക്ഷിത സംവത്സര ചണ്ഡവേഗ തസ്യ ഗന്ധർവാഹ അഹാനി ഗന്ധർവ്യ രാത്രയ ഇഹ സ്മൃതാഹ. ഷഷ്ട്യുത്തര ശതത്രയം പരിക്രാന്ത്യ ആയുഹു ഹരന്തി. അതായത് കാലം ഏതിലൂടെ കണക്കാക്കുന്നുവോ ആ സംവത്സരമാണ് ചണ്ഡവേഗൻ എന്ന ഗന്ധർവൻ, അവൻ്റെ കീഴിലുള്ള ഗന്ധർവന്മാർ പകലുകളും ഗന്ധർവിമാർ രാത്രികളും എന്നിവിടെ സ്മരിക്കപ്പെട്ടു. അങ്ങനെ ഓരോ സംഘത്തിലും 360 വീതം വരുന്ന ഇവർ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ആ ആയുസ്സിനെ അപഹരിക്കുന്നു. ചണ്ഡവേഗൻ എന്ന ഗന്ധർവശ്രേഷ്ഠൻ സംവത്സരാണ്, അതായത് കാലഗതി. അതിൻ്റെ പകലുകൾ ഗന്ധർവന്മാരും രാത്രികൾ ഗന്ധർവ സ്ത്രീകളുമാണ്. 360 സൈന്യങ്ങൾ സംവത്സരത്തിൻ്റെ ദിവസങ്ങളാണ്. അവർ സംഘമായിട്ട് ആക്രമിച്ച് ആയുസ്സിനെ കാർന്നു തിന്നുന്നു. ഇത് കഴിഞ്ഞ 27ാമത്തെ ശ്ലോകം തൊട്ടിട്ട് 27ാമത്തെ അധ്യായം 12ാമത്തെ ശ്ലോകത്തിലെ ആസസാദ സവൈ കാലോ എന്നാരംഭിക്കുന്ന ആ കഥാഭാഗത്തിൻ്റെ ആന്തരാർത്ഥമാണ് ഇവിടെ കാണിക്കുന്നത്. സാധാരണ 365 ദിവസം വരും ഒരു സംവത്സരം എന്ന് പറഞ്ഞു. എന്നാൽ പുരാണാദികളിലൊക്കെ 360 പറയുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളതും കൂടി അതിൽ ഗ്രഹിക്കേണ്ടതാണ്. അപ്പോൾ ചണ്ഡവേഗൻ എന്ന ഗന്ധർവാധിപതി സംവത്സരമാകുന്നു. അതുകൊണ്ട് തടുക്കാൻ പ്രയാസമുള്ള കാലം സൂചിതമാകുന്നു. അദ്ദേഹത്തിൻ്റെ ഗന്ധർവന്മാർ പകലുകളും ഗന്ധർവ സ്ത്രീകൾ രാത്രികളുമാണ്. 360 അഹോരാത്രങ്ങൾ തങ്ങളുടെ പരാക്രമത്താൽ സകലരുടെയും ആയുസ്സിനെ അത് അപഹരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചണ്ഡവേഗ ശബ്ദത്താൽ ആ സംവത്സരത്തെ കാണിച്ചു. കാലത്തോട് വേർപിരിയാതിരിക്കുന്നതും കാലത്തെ തിരിച്ചറിയുവാനുള്ള ലക്ഷണവും അതാണ് ഈ സംവത്സരത്തിനാണല്ലോ ഉള്ളത്. കാലാവയവങ്ങളായിരിക്കുന്ന പകൽ സമയങ്ങളെ ഗന്ധർവന്മാരായിട്ടും രാത്രി സമയങ്ങളെ ഗന്ധർവ സ്ത്രീകളായിട്ടും കാണിച്ചു തരണു എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ വ്യാഖ്യാനത്തിൽ പറയണത്. നോക്കാം നമുക്ക്. വ്യാഖ്യാനത്തിൽ ചണ്ഡവേഗ സംവത്സരാത്മക കാല. ചണ്ഡവേഗൻ എന്ന് പറയുന്ന സംവത്സരം എന്ന് പറയുന്ന ആ കാലം തന്നെയാണ്. ചണ്ഡവേഗൻ എന്ന ഗന്ധർവൻ സംവത്സരാത്മക കാല, സംവത്സരാത്മകമായിരിക്കുന്ന കാലമാണ്. തസ്യാനുചര അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായിരിക്കുന്ന ഗന്ധർവന്മാർ ഗന്ധർവാസ്തേ ദിവസ അവരുടെ ആ അനുചരന്മാരായിരിക്കുന്ന ഗന്ധർവന്മാർ ദിവസങ്ങളും തേഷാം പത്നിയോ ഗന്ധർവ്യസ്ത അവരുടെ പത്നിമാരായിരിക്കുന്ന ഗന്ധർവ സ്ത്രീകൾ
ശുക്ലകൃഷ്ണരാത്രയ ശുക്ലകൃഷ്ണരാത്രയ രാത്രികളും ആകുന്നു. അപ്പോൾ ആ 360 ദിവസങ്ങൾ അവരുടെ ആ ഗന്ധർവന്മാർ ആ സൈന്യമായിട്ട് കണക്കാക്കണം. ഗന്ധർവന്മാരും ഗന്ധർവിമാരും ആയിട്ടുള്ള സൈന്യങ്ങളായി കണക്കാക്കുന്നു. ഏതേ സർവേ ഇവരെല്ലാവരും ചേർന്നിട്ട് ആയുർഹരന്തി ആയുസ്സിനെ ഹരിക്കണമെന്നർത്ഥം. അപ്പോൾ അതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് ചണ്ഡവേഗ സംവത്സരാത്മക കാല. ചണ്ഡവേഗം എന്ന് പറയുന്നത് സംവത്സരാത്മകമായിരിക്കുന്ന കാലം. തസ്യാനുചര അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ ഗന്ധർവാസ്തേ ദിവസ അനുചരന്മാരായിരിക്കുന്ന ദിവസങ്ങൾ ഗന്ധർവന്മാർ അവരുടെ പത്നിമാർ ഗന്ധർവ്യാസ്ത ശുക്ലകൃഷ്ണ ശസ്ത്രേഹ അവരുടെ പത്നിമാർ രാത്രികൾ ഏതേ സർവേ ഇവരെല്ലാവരും ചേർന്ന് 360 ഗന്ധർവന്മാരും 360 ഗന്ധർവ സ്ത്രീകളും ചേർന്നിട്ട് ഏതേ സർവേ ആയുർഹരന്തി ഈ എല്ലാവരും ചേർന്നിട്ട് ആയുസ്സിനെ ഹരിക്കണു എന്നുള്ളത്. ഒന്നുകൂടി പറയാം. ചണ്ഡവേഗ സംവത്സരാത്മക കാല തസ്യാനുചരാ ഗന്ധർവാസ്തേ ദിവസാ തേഷാം പത്നിയോ ഗന്ധർവ്യസ്താ ശുക്ലകൃഷ്ണരാത്രയ ഏതേ സർവേ ആയുർഹരന്തി. അടുത്ത ശ്ലോകം 22ാമത്തെ ശ്ലോകമാണ്. കാലകന്യാജരാ സാക്ഷാൽ ലോകസ്ഥാം നാഭിനന്ദതി സ്വസ്വാരം ജഗൃഹേ മൃത്യു ക്ഷയായ യവനേശ്വര. കാലകന്യാജരാ സാക്ഷാൽ ലോകസ്ഥാം നാഭിനന്ദതി സ്വസ്വാരം ജഗൃഹേ മൃത്യു ക്ഷയായ യവനേശ്വര. ആ കാലകന്യക എന്ന് പറയുന്നത് സാക്ഷാൽ ആ ജരാനരകളാകുന്ന വാർദ്ധക്യ ലക്ഷണമാകുന്ന ജരയാണ് കാലകന്യ എന്ന് പറയുന്നത്. താം അവളെ ആ ലോകത്തിൽ ഒരാളും ഒരാളും അഭിനന്ദിക്കുകയില്ല. മൃത്യു മരണമാകുന്ന ആ യവന രാജാവ് ക്ഷയായ ലോകരുടെ ആയുസ്സിൻ്റെ ക്ഷയത്തിനായിട്ട് സ്വസ്വാരം അവളെ സഹോദരിയായിട്ട് ജഗൃഹെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. കാലകന്യ എന്നാൽ സാക്ഷാത്തായിരിക്കുന്ന ജരയാണ്. വാർദ്ധക്യ ലക്ഷണമായിരിക്കുന്ന ജര തന്നെയാണ്. താം അവളെ കാലകന്യാ ജരാ സാക്ഷാൽ ലോകസ്ഥാം അവളെ ലോകത്തിലൊരാളും അഭിനന്ദിക്കുകയില്ല. സ്വസ്വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരിയായിട്ട് ജഗൃഹെ സ്വീകരിച്ചിരിക്കുന്നു. ആര്? മൃത്യു എന്ന് പറയുന്ന യവനേശ്വരൻ ആ കാലകന്യയെ സ്വന്തം സഹോദരിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അതാണ് ജഗൃഹേ മൃത്യു ക്ഷയായ യവനേശ്വര. ലോകത്തിൽ ആയുസ്സിൻ്റെ ക്ഷയത്തിനായിട്ട് ആചരയെ അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് കാലകന്യാ ജരാ സാക്ഷാൽ ലോകസ്ഥാം നാഭിനന്ദതി സ്വസ്വാരം ജഗൃഹേ മൃത്യു ക്ഷയായ യവനേശ്വര. കാലകന്യ എന്ന കാലകന്യ എന്നാൽ സാക്ഷാത്തായിരിക്കുന്ന ജര, വാർദ്ധക്യ ലക്ഷണമായിരിക്കുന്ന ജര തന്നെ. താം അവളെ ലോകത്തിലൊരാളും അഭിനന്ദിക്കുകയില്ല. മൃത്യു മരണമാകുന്ന യവനേശ്വര യവനരാജാവ് ക്ഷയായ ലോകരുടെ ആയുസ്സിൻ്റെ ക്ഷയത്തിനായിട്ട് സ്വസ്വാരം അവളെ സഹോദരിയായിട്ട് ജഗൃഹെ സ്വീകരിച്ചു. ഒന്നും കൂടി പറയാം. കാലകന്യ എന്നാൽ സാക്ഷാത്തായിരിക്കുന്ന ജര, വാർദ്ധക്യ ലക്ഷണമായിരിക്കുന്ന ജര തന്നെ. താം അവളെ ലോകത്തിലൊരാളും അഭിനന്ദിക്കുകയില്ല. മൃത്യു മരണമാകുന്ന യവനരാജാവ് ക്ഷയായ ലോകരുടെ ആയുസ്സിൻ്റെ ക്ഷയത്തിനായിക്കൊണ്ട് സ്വസ്വാരം അവളെ സഹോദരിയായിട്ട് ജഗൃഹെ സ്വീകരിച്ചു. അപ്പോൾ അതിൽ തന്വയം വന്നിട്ട് കാലകന്യാ സാക്ഷാത് ജര താം ലോക അഭിനന്ദതി മൃത്യു യവനേശ്വര ക്ഷയായ സ്വസ്വാരം ജഗൃഹേ. ഒന്നുകൂടി പറയാം. കാലകന്യാ സാക്ഷാത് ജര താം ലോക അഭിനന്ദതി മൃത്യു യവനേശ്വര ക്ഷയായ സ്വസ്വാരം ജഗൃഹേ. കാലകന്യ എന്നാൽ ആ സാക്ഷാൽ ജര, വാർദ്ധക്യ ലക്ഷണമാകുന്ന ജര തന്നെ. അവളെ ആ ലോകത്തിലാരും അഭിനന്ദിക്കുകയില്ല. മരണമാകുന്ന ആ യവന രാജാവ് ലോകരുടെ ആയുസ്സിൻ്റെ ക്ഷയത്തിനായിട്ട് അവളെ സഹോദരിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. വാർദ്ധക്യത്തിൽ വരുന്ന ജരയാണ് കാലകന്യ. യവനേശ്വരൻ എന്ന് വിശേഷിക്കപ്പെട്ടത് മൃത്യുവെയാണ്. ജര ആയുസ്സിൻ്റെ ക്ഷയത്തിൻ്റെ ലക്ഷണമാണ്. അതിനാൽ കാലകന്യ എന്ന് യവനൻ്റെ കാലകന്യകയെ അതിനാൽ
കാലകന്യകയെ യവനൻ്റെ സഹോദരിയായിട്ട് ചിത്രീകരിച്ചു. ആർക്കും വേണ്ടാത്തതായിരിക്കുന്ന ഒരു കന്യകയെ ബ്രഹ്മാവിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞതായിട്ട് അറിവില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ വേദവ്യാസൻ്റെ ഈ സൃഷ്ടി അത്യന്തം വിചിത്രവും ബ്രഹ്മാവിനെ അതിശയിക്കുന്നതുമാണ്. കാവ്യഭാവനയുടെ വൈഭവം ഇവിടെ ചിന്താതീതം എന്നേ പറയേണ്ടു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ആ കാലകന്യ സാക്ഷാൽ ജരയാണ്. ലോകം അതിനെ അഭിനന്ദിക്കുന്നില്ല. യവനേശ്വരനായിട്ട് വർണ്ണിക്കപ്പെട്ട ആ മൃത്യു ലോകനാശത്തിന് അവളെ തൻ്റെ സഹോദരിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇവിടെ യവനൻ്റെ സേനയിൽ ഇവിടെ കാലകന്യ എന്നത് ജരയെ പറഞ്ഞിരിക്കുന്നു. ലോകത്തിൽ ആരും അവളെ ഇഷ്ടപ്പെടുകയില്ലെന്ന് ആണ് അനുഭവം. അപ്പോൾ യവനേശ്വര ശബ്ദത്താൽ സൂചിക്കപ്പെട്ട ആ മൃത്യു ലോകത്തെ ക്ഷയിപ്പിക്കുവാനുള്ള ഉപകരണമായിട്ട് ആ ജരയെ അംഗീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജരയെ അംഗീകരിച്ചു. അപ്പോൾ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ കാലകന്യ ജര ആയുഹു. ജര കാലകന്യയാണ് ജര. മൃത്യുഹു ക്ഷയായ ജരയാകുന്ന ആ മൃത്യു ക്ഷയായ അത് ക്ഷയിക്കാൻ വേണ്ടിയിട്ട് താം സഹായായ ജഗൃഹേ ആ ക്ഷയത്തിനായിക്കൊണ്ട് സഹായം ചെയ്യാനായിക്കൊണ്ട് കാലകന്യയെ സഹോദരിയായിട്ട് ജഗൃഹേ സ്വീകരിച്ചിരിക്കുന്നു. കാലകന്യ ജരാ മൃത്യു ക്ഷയായ താം സഹായായ ജഗൃഹേ. കാലകന്യ ആകുന്ന ജര മൃത്യു തന്നെയാണ്, മൃത്യുവിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ കാലകന്യാ ജരാ മൃത്യു തന്നെയാണ്. ആ ക്ഷയിക്കാനായിക്കൊണ്ട് താം സഹായിയായ അവളെ സഹായിയായിട്ട് ജഗൃഹേ സ്വന്തം സഹോദരിയായിട്ട് അവിടെ സ്വീകരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി പറയാം. കാലകന്യാ ജരാ മൃത്യു ക്ഷയായ താം സഹായിയായ ജഗൃഹേ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 23 ആധയോ വ്യാധയസ്തസ്യ സൈനികായവനേശ്വരാ ഭൂതോപസ്പർഗാശുരയ പ്രജ്വാരോ ദ്വിവിധോ ജ്വരഃ. ആധയോ വ്യാധയസ്തസ്യ സൈനികായവനാശ്ചരാഃ ഭൂതോപസർഗാശുരയ പ്രജ്വാരോ ദ്വിവിധോ ജ്വരഃ. അപ്പോൾ അവൻ്റെ ആ മൃത്യുവിൻ്റെ ആ യവനേശ്വരൻ്റെ കാലാൾ സൈന്യം പടയാളികൾ യവനന്മാരാണ്. അവൻ്റെ കാലാൾ പടയാളികളായിരിക്കുന്ന യവനന്മാരാണ് ആര്? ആധികളും വ്യാധികളും. പ്രജ്വാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവികളെ ഉപദ്രവിക്കുന്നതിൽ ശൂരതയുള്ള 2 പ്രകാരത്തിലുള്ള ജ്വരം. ആ ജ്വരത്തിനെയാണ് പ്രജ്വാരം എന്ന് പറയുന്നത്. അപ്പോൾ ആധയോ വ്യാധയസ്തസ്യ സൈനിക യവനാശ്ചരാ ഭൂതോപസർഗാശുരയ പ്രജ്വാരോ ദ്വിവിധോ ജ്വരഃ. തസ്യ അവൻ്റെ ചരാഹ കാലാൾ, അവൻ്റെ കാലാളായിട്ട് കാലാൾ പടയായിട്ട് സൈനികാഹ പടയാളികളായിരിക്കുന്ന യവനന്മാരാണ് ആധയഃ ആധികളും വ്യാധികളും. പ്രജ്വാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിധത്തിലുള്ള ജ്വരം. ഭൂതോപസർഗാശുരേഹ ജീവികളെ ഉപദ്രവിക്കുന്നതിൽ ശൂരതയുള്ള. ഭൂതോപസർഗാശുരേഹ എന്ന് പറഞ്ഞാൽ ജീവികളെ ഉപദ്രവിക്കുന്നതിൽ ശൂരതയുള്ള ദ്വിവിധ 2 പ്രകാരത്തിലുള്ള ജ്വരങ്ങളാണ്. അപ്പോൾ ആ യവനൻ്റെ സൈന്യങ്ങളാണ് പടർന്നു പിടിക്കുന്ന ആ ആധിവ്യാധികൾ. അപ്പോൾ ആ ജീവജാലങ്ങളെ നശിപ്പിക്കുന്നതിൽ സമർത്ഥനായിരിക്കുന്ന പ്രജ്വാരൻ 2 വിധം ജ്വരങ്ങളുടെ സമാഹാരമാണ്. അതിലത്തെ പദങ്ങൾ തസ്യ അവൻ്റെ, ചരാഹ കാലാൾ, സൈനികാഹ പടയാളികളായിരിക്കുന്ന യവനന്മാരാണ്, ആധയഃ ആധികളും, വ്യാധികളും. പ്രജ്വാരൻ എന്നാൽ ഭൂതോപസർഗാശുരയ ആ ജീവികളെ ഉപദ്രവിക്കുന്നതിൽ ശൂരതയുള്ള
ദ്വിവിധാഹ രണ്ട് പ്രകാരത്തിലുള്ള ജ്വരവുമാണ്. എന്നുകൂടി പറയാം. തസ്യ അവൻ്റെ ചരാഹ കാലാൾ സൈനികാഹ പടയാളികളായിരിക്കുന്ന യവനാഹ യവനന്മാരാണ് ആധയഹ ആധികളും യാധികളും ആ യവനന്മാരാണ് ആധികളും വ്യാധികളും. പ്രജ്വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതോപസർഗാസുരയ ജീവികളെ ഉപദ്രവിക്കുന്നതിൽ ശൂരതയുള്ള രണ്ട് വിധത്തിലുള്ള ജ്വരവുമാണ്. അപ്പോൾ അതിൻ്റെ അന്വയം വന്നിട്ട് തസ്യ ചരാഹ സൈനികാഹ യവനാഹ ആധയഹ വ്യാധയഹ പ്രജ്വാരഹ ഭൂതോപസർഗാസുരയ ദ്വിവിധാ ജ്വരഃ. എന്നുകൂടി പറയാം. തസ്യ ചരാഹ സൈനികാഹ യവനാഹ ആധയഹ വ്യാധയഹ പ്രജ്വാരഹ ഭൂതോപസർഗസുരയ ദ്വിവിധാഹ ജ്വരഃ. അപ്പോൾ അവൻ്റെ ആ കാലാൾ പടയാളികളായിരിക്കുന്ന യവനന്മാരാണ് ആധികളും വ്യാധികളും. പ്രജ്വാരൻ എന്നാൽ ആ ജീവികളെ ഉപദ്രവിക്കുന്നതിൽ ശൂരതയുള്ള രണ്ട് പ്രകാരത്തിലുള്ള ജ്വരത്തെയാണ്. അപ്പോൾ യവനൻ്റെ സൈന്യങ്ങൾ പടർന്നു പിടിക്കുന്ന ആധികളും വ്യാധികളുമാണ്. ജീവജാലങ്ങളെ നശിപ്പിക്കുന്നതിൽ സമർത്ഥനായിരിക്കുന്ന പ്രജ്വാരൻ രണ്ട് വിധം ജ്വരങ്ങളുടെ സമാഹാരമാണ്. ആധിമാനസികവും വ്യാധി കായികവുമായിരിക്കുന്ന രോഗങ്ങളാണ്. മാനസികമായിട്ടുള്ള രോഗത്തെയാണ് ആധി എന്ന് പറയുക, കായികമായിട്ടുള്ള രോഗത്തെയാണ് വ്യാധി എന്ന് പറയുക. യവനാശ്ചരാഹ എന്നാൽ യവനൻ്റെ സഹചാരികൾ ചരാഹ സഞ്ചാരിണ പറയുന്നുണ്ട്. പിന്നെ രണ്ട് തരത്തിലുള്ള ജ്വരം, ശിവജ്വരം വിഷ്ണുജ്വരം, ഇങ്ങനെ രണ്ട് വിധം ജ്വരങ്ങളെ പറ്റിയിട്ട് ദശമസ്കന്ധം 63-ാമത്തെ അധ്യായത്തിൽ ബാണയുദ്ധത്തിൽ പറയുന്നുണ്ട്. വൈദ്യശാസ്ത്രപ്രകാരം ഏറ്റവും മാരകമായിരിക്കുന്ന രോഗമാണ് ജ്വരം. ഇതിനെപ്പറ്റി പഞ്ചമം 12-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇവിടെ അവൻ്റെ സൈന്യങ്ങൾ ആധിവ്യാധികളാണ്. ആ പ്രാണികളെ നശിപ്പിക്കുന്നതിൽ അതിവേഗം ഉള്ള പ്രജ്വരൻ എന്ന ആ സഹോദരൻ. ശീതജ്വരം ഉഷ്ണജ്വരം എന്ന് പറയും. ഈ രണ്ട് തരത്തിലുള്ള പനിയാണ്. അതാണ് ശിവജ്വരവും വിഷ്ണുജ്വരവും. ശീതജ്വരം ഉഷ്ണജ്വരം എന്ന രണ്ട് വിധത്തിലുള്ള ജ്വരങ്ങളെയാണ് പ്രജ്വാരൻ എന്ന് പറയുന്നത്. അപ്പം യവനൻ്റെ ആ സേനയിൽ ഉള്ളവരായിട്ട് പറഞ്ഞത് ആധികളെയും വ്യാധികളെയുമാണ്. പ്രാണികളെ ഉപദ്രവിക്കുന്ന ആശുരയൻ എന്ന് പറഞ്ഞത് ആ മരണാവസരത്തിൽ ആ ശരീരത്തെ ബാധിക്കുന്ന ഉഷ്ണജ്വരം ശീതജ്വരം എന്ന രണ്ട് വിധ ജ്വരത്തെയും സൂചിപ്പിക്കാനാകുന്നു. എന്നുകൂടി പറയാം. ആ യവനൻ്റെ സേനയിലുള്ളവരായിട്ട് പറഞ്ഞത് ആധികളും വ്യാധികളും. പ്രാണികളെ ഉപദ്രവിക്കുന്ന ആശുരയൻ എന്ന് പറയുന്നത് ആ മരണാവസരത്തിൽ ശരീരത്തെ ബാധിക്കുന്ന ഉഷ്ണജ്വരം ശീതജ്വരം എന്ന് പറയപ്പെടുന്ന രണ്ട് വിധം ജ്വരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം തസ്യ സേനാഹ, അപ്പോൾ ആ അവൻ്റെ സേനകളാണ് ആധയോ വ്യാധയ ചണ്ഡവേഗൻ്റെ തന്നെ ആധികളും വ്യാധികളും. പ്രജ്വാരൻ എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുള്ള ജ്വരങ്ങൾ, ഉഷ്ണജ്വരവും ശീതജ്വരവും, ശിവജ്വരവും ഉഷ്ണജ്വരവും. ഇതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. തസ്യ സേനാഹ ആധയോ വ്യാധയ ചണ്ഡവേഗൻ്റെ സേനകൾ ആധികളും വ്യാധികളും രണ്ട് വിധത്തിലുള്ള ജ്വരങ്ങൾ ദ്വിവിധ ജ്വരഃ പ്രജ്വാരൻ, അത് പ്രജ്വാരനായിട്ട് പറയണം. അപ്പോൾ തസ്യ സേനാഹ ആധയോ വ്യാധയ പ്രജ്വാരോ ദ്വിവിധ ജ്വരഃ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അടുത്ത് നോക്കാം നമ്മൾക്ക്. ഏവം ബഹുവിധൈർ ദുഃഖൈർ ദൈവഭൂതാത്മസംഭവൈ ക്ലിശ്യമാനഃ ശതം വർഷം ദേഹേ ദേഹീതമോ വൃതഃ. ഏവം ബഹുവിധൈർ ദുഃഖൈർ ദൈവഭൂതാത്മസംഭവൈ ക്ലിശ്യമാനഃ ശതം വർഷം ദേഹേ ദേഹീതമോ വൃതഃ. അടുത്തൊരു ശ്ലോകം കൂടി ഇതിൽ ഒന്നിച്ചു വരുന്നുണ്ട്. പ്രാണേന്ദ്രിയ മനോധർമാൻ ആത്മന്യധ്യാസ്യ നിർഗുണഃ ശേതേ കാമലവാന്ധ്യായൻ മമാഹമിതി കർമ്മകൃൽ. പ്രാണേന്ദ്രിയ മനോധർമാൻ ആത്മന്യധ്യാസ്യ നിർഗുണഃ ശേതേ കാമലവാന്ധ്യായൻ മമാഹമിതി കർമ്മകൃത്. അപ്പോൾ നിർഗുണൻ ആണെങ്കിലും ആ പ്രാണങ്ങളെ മനസ്സ് ഇവയുടെ ധർമ്മങ്ങളെ അവനവനിൽ ആരോപിച്ചിട്ട് നിർഗുണങ്ങളാണ് ഇവൻ എങ്കിലും ജീവനെങ്കിലും ആ പ്രാണേന്ദ്രിയങ്ങളെ മനസ്സ് പ്രാണങ്ങളെ ഇന്ദ്രിയങ്ങളെ മനസ്സ് ഇവയുടെ ധർമ്മങ്ങളെയൊക്കെ തൻ്റേതാണെന്ന് അധ്യാസ്യ അവനവനിൽ ആരോപിച്ചുകൊണ്ട്
എൻ്റെ എന്നും ഞാനെന്നും ഉള്ള വിചാരത്താൽ ഇങ്ങനെ ആ തമോ ഗുണത്താൽ ആവൃതനായിട്ട് ആ ജീവാത്മാവ് ആ അധിദൈവം അധിഭൂതം അധ്യാത്മം എന്നിങ്ങനെയുള്ള ബഹുവിധത്തിലുള്ള ആ ദുഃഖങ്ങളാൽ ക്ലേശിക്കപ്പെട്ടവനായിട്ട് അല്പമായിരിക്കുന്ന ആ വിഷയസുഖത്തെ ആശിച്ച് ആ കർമ്മങ്ങൾ ചെയ്തിട്ട് 100 വർഷക്കാലം ആ ശരീരത്തിൽ കിടക്കുന്നു. ഒരു പ്രാവശ്യത്തിൻ്റെ മുമ്പത്തെ പ്രാവശ്യം പറഞ്ഞു തന്നെയാണ്, ഒന്നും കൂടി പറയാം. നിർഗുണഃ അപി, നിർഗുണനാണെങ്കിലും പ്രാണേന്ദ്രിയ മനോധർമാൻ, ആ പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയുടെ ധർമ്മങ്ങളെ ആത്മനി, അപ്പോൾ നിർഗുണഃ അപി, നിർഗുണനാണെങ്കിലും പ്രാണേന്ദ്രിയ മനോധർമാൻ, പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയുടെ ധർമ്മങ്ങളെ ആത്മനി, അവനവനിൽ അധ്യാസ്യ ആരോപിച്ചിട്ട് മമ അഹം എൻ്റേതെന്നും ഞാനെന്നും ഉള്ള ഇതി ഇപ്രകാരം ഉള്ള വിചാരത്താൽ ഏവം ഇങ്ങനെ തമോവൃത, ആ തമോ ഗുണത്താൽ ആവൃതനായിട്ട് ദേഹി ആ ജീവാത്മാവ് ദൈവഭൂതാത്മനഃ വൈ, ആധിദൈവം അധിഭൂതം അധ്യാത്മം ദൈവഭൂതാത്മ സംഭവൈ, ദൈവഭൂതാത്മസംഭവൈ എന്ന് പറഞ്ഞാൽ 3 വിധത്തിലുള്ള ദുഃഖങ്ങൾ, അതായത് അധിദൈവം, ദൈവം, ഭൂതം, അധിഭൂതം, ആത്മം, അധ്യാത്മം, അധിഭൂതം, അധിദൈവം, അധ്യാത്മം എന്നിങ്ങനെ ബഹുവിധ ഈ നാനാതരത്തിലുള്ള ദുഃഖൈഹി ആ ദുഃഖങ്ങളാൽ ക്ലിശ്യമാനഃ ക്ലേശിക്കപ്പെട്ടവനായിട്ട് കാമലവാൻ അല്പമായിരിക്കുന്ന ആ വിഷയസുഖത്തെ ധ്യായൻ ആശിച്ചുകൊണ്ട് കർമ്മകൃൽ കർമ്മങ്ങൾ ചെയ്തിട്ട് 100 വർഷം 100 വർഷം ദേഹേ ആ ശരീരത്തിൽ ശേതേ കിടക്കുന്നു. ഒന്നുകൂടെ പറയാം. നിർഗുണഃ അപി, നിർഗുണനാണെങ്കിലും പ്രാണേന്ദ്രിയ മനോധർമാൻ, പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയുടെ ധർമ്മങ്ങളെ ആത്മനി അവനവനാൽ അധ്യാസ്യ ആരോപിച്ചിട്ട്, അവനവനിൽ ആരോപിച്ചിട്ട് മമ അഹം എൻ്റേതെന്നും ഞാനെന്നുമുള്ള ഇതി എന്ന വിചാരത്താൽ ഏവം ഇങ്ങനെ തമോവൃത്തം തമോ ഗുണത്താൽ ആവൃതനായിട്ട് ദേഹി ആ ജീവാത്മാവ് ദൈവാത്മഭൂത സംഭവൈ അധിദൈവം അധിഭൂതം അധ്യാത്മം എന്നിങ്ങനെ ആ ബഹുവിധത്തിലുള്ള നാനാ തരത്തിലുള്ള ദുഃഖൈഹി ദുഃഖങ്ങളാൽ ക്ലിശ്യമാന ക്ലേശിക്കപ്പെട്ടവനായിട്ട് അല്പമായിരിക്കുന്ന വിഷയസുഖത്തെ കാമലവാൻ അല്പമായിരിക്കുന്ന വിഷയസുഖത്തെ ധ്യായൻ ആശിച്ച് കർമ്മകൃത് കർമ്മങ്ങൾ ചെയ്ത് 100 വർഷം 100 വർഷം ദേഹേ ഈ ശരീരത്തിൽ കിടക്കുന്നു. അപ്പോൾ നിർഗുണഃ അപി പ്രാണേന്ദ്രിയ മനോധർമാൻ ധർമാൻ ആത്മനി അധ്യാസ്യ മമ അഹം ഇതി ഏവം തമോവൃതഃ ദേഹി ദൈവഭൂതാത്മസംഭവൈ ബഹുവിധൈ ദുഃഖൈ ക്ലിശ്യമാനഃ കാമലവാൻ ധ്യായൻ കർമ്മകൃത് 100 വർഷം ദേഹേ ചേതേ. എന്നുകൂടി പറയാം. നിർഗുണഃ അപി പ്രാണേന്ദ്രിയ മനോധർമാൻ ആത്മനി അധ്യാസ്യ മമ അഹം ഇതി ഏവം തമോവൃതഃ ദേഹി ദൈവഭൂതാത്മസംഭവൈ ബഹുവിധൈ ദുഃഖൈ ക്ലിശ്യമാനഃ കാമലവാൻ ധ്യായൻ കർമ്മകൃത് 100 വർഷം ദേഹേ ശേതേ. നിർഗുണനാണെങ്കിലും ആ പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയുടെ ധർമ്മങ്ങളെ സ്വന്തം ആത്മാവിൽ ആരോപിച്ച് എൻ്റേതെന്നും ഞാനെന്നുമുള്ള വിചാരത്താൽ ഇങ്ങനെ ആ തമോ ഗുണത്താൽ ആവൃതമായിരിക്കുന്ന ആ ജീവാത്മാവ് ആ അധിദൈവം അധിഭൂതം അധ്യാത്മം എന്നിങ്ങനെ ബഹുവിധങ്ങളായിരിക്കുന്ന നാനാവിധ തരത്തിലുള്ള ദുഃഖങ്ങളാൽ ക്ലേശിക്കപ്പെട്ടവനായിട്ട് അല്പമായിരിക്കുന്ന ആ വിഷയസുഖത്തെ ധ്യാനിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് 100 വർഷം ദേഹത്തിൽ തന്നെ കിടക്കുന്നു. യഥാർത്ഥത്തിൽ നിർഗുണനാണെങ്കിലും ഈ ജീവാത്മാവ് അധ്യാസമേതുവായിട്ട് പ്രാണൻ, ഇന്ദ്രിയം, മനസ്സ് എന്നിവയുടെ ആ ധർമ്മങ്ങൾ തന്നിൽ നിക്ഷിപ്തമാണെന്ന തെറ്റിദ്ധാരണയോടെ നിസ്സാരങ്ങളായിരിക്കുന്ന കാമങ്ങളെ അനുഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റേത് എന്നെല്ലാമുള്ള വിചാരത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. തൽഫലമായിട്ട് ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം എന്ന പ്രകാരത്തിലുള്ള താപങ്ങളാൽ ക്ലേശിച്ചുകൊണ്ടും അജ്ഞാനാന്ധകാരത്താൽ ആവൃതനായിട്ടും ജീവൻ ദേഹത്തിൽ 100 സംവത്സരം കഴിഞ്ഞുകൂടുന്നു.
ദേഹം എന്നാൽ ശരീരം, ദേഹി എന്നാൽ ജീവാത്മാവ്, ദ്വാ സുപർണൗ ഇത്യാദി ശ്രുതിവാക്യങ്ങൾ കൊണ്ടിട്ട് സിദ്ധിക്കുന്നത് ശരീരത്തിന് കർത്തൃത്വവും ജീവാത്മാവിന് ഭോക്തൃത്വവും പരമാത്മാവിന് കേവലം സാക്ഷിത്വവും മാത്രമാണ് ഉള്ളത്. എന്നാൽ അധ്യാസം അഥവാ അവിദ്യ ഹേതുവായിട്ട് ജീവാത്മാവ് കർത്തൃത്വം തന്നിൽ ആരോപിക്കുന്നു. ഇതാണ് ദുഃഖഹേതു. ഈ തത്വങ്ങൾ 4 സ്കന്ധത്തിൽ തന്നെ 24-ാമത്തെ അധ്യായത്തിൽ 64-ാമത്തെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പുരുഷായുസ് 100 സംവത്സരം എന്നതിൻ്റെ പ്രമാണം ഋഗ്വേദം തന്നെയാണ്. ശതം ജീവ ശരദോ വർദ്ധമാന ശതായുർ വൈ പുരുഷ എന്നൊക്കെ പറയും. പഞ്ചമോഹങ്ങൾ തമോമോഹോ മഹാമോഹ സ്ഥാമിശ്രോപ്യന്ധസംജ്ഞക. പത്മപുരാണത്തിൽ പറയുന്നത് മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം എന്നിവയാണ് 5 വിധത്തിലുള്ള മോഹങ്ങൾ. ഇവയെപ്പറ്റിയും ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാമലവങ്ങൾ എന്ന് ഇവയെ വിശേഷിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം എന്നീ ത്രിവിധ ദുഃഖങ്ങളാൽ ക്ലേശിക്കുന്ന ആ ജീവൻ അജ്ഞാന ആവൃതനായിട്ട് ഗുണാതീതനാണെങ്കിലും പ്രാണേന്ദ്രിയ മനസ്സുകളുടെ ധർമ്മങ്ങളെ ആത്മാവിൽ കൽപ്പിച്ച് നിസ്സാര കാമഭോഗങ്ങൾ ചിന്തിച്ചുകൊണ്ട് അതിനാൽ കാമ്യകർമ്മങ്ങൾ ചെയ്തും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ അത്യാസക്തിയാൽ ബദ്ധനായിട്ട് 100 കൊല്ലക്കാലം ശയിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്രകാരം ആ ദേവന്മാരിൽ നിന്നും ഭൂതഗണങ്ങളിൽ നിന്നും ശരീരത്തിൽ നിന്നും സംഭവിക്കുന്ന ബഹുവിധ ദുഃഖങ്ങൾ നിമിത്തം ക്ലേശം അനുഭവിച്ചുകൊണ്ട് തന്നെ ദേഹി ആ ശരീരത്തിൽ അജ്ഞാനാവൃതനായിട്ട് 100 സംവത്സരം വസിക്കുന്നു. വാസ്തവത്തിൽ ഗുണാതീതനാണെങ്കിലും പ്രാണധർമ്മങ്ങളായിരിക്കുന്ന വിശപ്പ്, ദാഹം മുതലായവയെയും ഇന്ദ്രിയധർമ്മങ്ങളായിരിക്കുന്ന അന്ധത്വം, ബധിരത്വം മുതലായവയെയും മനോധർമ്മങ്ങളായിരിക്കുന്ന കാമക്രോധാദികളെയും ആത്മധർമ്മങ്ങളായിട്ട് വിചാരിക്കുന്നു. അതിന് കാരണം സ്വരൂപത്തെ അറിയാതിരിക്കുന്ന ദോഷം ആകുന്നു. അതുകൊണ്ട് ആ ശരീരത്തിൽ ഞാനെന്നും കളത്രാദികളിൽ എൻ്റേതെന്നും ഉള്ള ആ അഭിമാനങ്ങൾ ഉണ്ടാകുന്നു. അവരിൽ നിന്നും കിട്ടാവുന്നതായിരിക്കുന്ന ലേശം സുഖത്തെ മഹത്തായിട്ട് ധരിച്ചിട്ട് അതിനെ തന്നെ നനച്ചുകൊണ്ട് അതിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട് അനവരതം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. അപ്പോൾ പ്രജ്വാരോ ദ്വിവിധജ്വര ഇത്യാദി സർവം ജ്ഞാതവ്യം. ഇങ്ങനെ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയണം. ഇത്യാദി സർവം ജ്ഞാതവ്യം. ഏവം ബഹുവിധൈർ ദേവഭൂതാത്മ സംഭവേഷു സംഭവൈർ ദുഃഖേ. ഇപ്രകാരം ബഹുവിധങ്ങളായിരിക്കുന്ന ദൈവഭൂതാത്മം എന്ന് പറഞ്ഞാൽ ആദിഭൂതം, ആദിദൈവം, അധിഭൂതം, അധിദൈവം, അധ്യാത്മം, ഇങ്ങനെ ഇപ്രകാരമുള്ള ദുഃഖങ്ങൾ. ദുഃഖൈഹി ജീവോ അജ്ഞാനാവൃതോ. ആ ജീവന്മാരെ അജ്ഞാനം കൊണ്ട് ആവൃതമായിട്ട് ആ ദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് ദേഹത്തിൽ ശതവർഷാണി ക്ലിശ്യമാന അനേകം വിധ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് ശയിക്കണു, ആ ദേഹത്തിൽ ശയിക്കണു എന്നർത്ഥം. അപ്പോൾ ഇത്യാദി സർവം ജ്ഞാതവ്യം. ഏവം ബഹുവിധൈർ ദൈവഭൂതാത്മസംഭവൈർ ദുഃഖൈർ ജീവോ അജ്ഞാനാവൃതോ ദേഹേ ശതവർഷാണി ക്ലിശ്യമാന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇത്യാദി സർവം ജ്ഞാതവ്യം. ഇപ്രകാരം മനസ്സിലാക്കണം. ഏവം ഇപ്രകാരം ബഹുവിധൈർ ഇപ്രകാരം ബഹുവിധങ്ങളായിരിക്കുന്ന ദൈവഭൂതാത്മ സംഭവൈർ ദുഃഖൈ. അതിഭൂതം, ആധ്യാത്മം, ആദിദൈവികം ഒക്കെ തുടങ്ങിയിട്ടുള്ള ആ ദുഃഖങ്ങളെ ജീവന്മാരെ അജ്ഞാനാവൃതോ അജ്ഞാനത്താൽ ആവൃതമായിട്ട് അനുഭവിച്ചുകൊണ്ട് ആ ദേഹത്തിൽ ശതവർഷാണി 100 വർഷകാലം ക്ലിശ്യമാന ക്ലേശിക്കപ്പെട്ട് കഴിയണു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം.
ഇത്യാദി സർവം ജ്ഞാതവ്യം ഏവം ബഹുവിധൈർദൈവഭൂതാത്മ ദുഃഖൈർജീവോ അജ്ഞാനാവൃത്തോ ദേഹേ ശതവർഷാണി ക്ലിശ്യമാനഃ എന്നുള്ളതാണ് അതിലത്തെ ആ അർത്ഥം വരുന്നത്. അപ്പോൾ അടുത്ത 2 ശ്ലോകങ്ങൾ നോക്കാം, 26ഉം 27ഉം. യദാത്മാനമവിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേഃ സ്വദൃക്. യദാത്മാനമവിജ്ഞായ, ആത്മാവിനെ മനസ്സിലാക്കാതെ എന്നർത്ഥം. യദാത്മാനമവിജ്ഞായ ഭഗവന്തം പരം ഗുരും, ഭഗവാനായിരിക്കുന്ന പരമഗുരുവിനെ മനസ്സിലാക്കാതെ പുരുഷസ്തു വിഷജ്ജേത, ആ പുരുഷൻ വിഷമിച്ച് ഗുണേഷു പ്രകൃതേഃ സ്വദൃക്, ആ ഗുണങ്ങളിൽ പ്രകൃതമായിരിക്കുന്ന ഗുണങ്ങളെ ദർശിച്ചുകൊണ്ട് ഗുണാഭിമാനീ സതദ, ഗുണാഭിമാനിയായിട്ട് തദ ആ കർമ്മങ്ങളെല്ലാം കുരുതേ അവശ, കർമ്മങ്ങളൊക്കെ ചെയ്ത് അവശനായിട്ട് ശുക്ലം കൃഷ്ണം ലോഹിതം വാ, സാത്വികം രാജസം താമസം തുടങ്ങിയിട്ടുള്ള ആ കർമ്മങ്ങളെയൊക്കെ ചെയ്തുകൊണ്ട് യഥാ കർമാഭിജായത, കർമ്മങ്ങളെയൊക്കെ ചെയ്തുകൊണ്ട് പിന്നെയും കർമാഭിജായത മറുപിറവി എടുക്കുകയും ചെയ്യുന്നു, വീണ്ടും പുനർജന്മം ലഭിക്കണമെന്നർത്ഥം. അപ്പം സ്വദൃക് സ്വപ്രകാശം ഉള്ള അർത്ഥം. അപ്പോൾ ഒന്നുകൂടി ചൊല്ലാ ശ്ലോകങ്ങളെ. യഥാത്മാനമവിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേഃ സ്വദൃക് ഗുണാഭിമാനീ സ തദ കർമാണി കുരുതേ വശഃ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായതേ. അപ്പോൾ സ്വപ്രകാശം ഉള്ള സ്വദൃക്, സ്വപ്രകാശമുള്ള പുരുഷഹത്തു ജീവാത്മാവാകട്ടെ പരം ഗുരും, പരമഗുരുവും ആത്മാനം, ആത്മസ്വരൂപനുമായിരിക്കുന്ന ഭഗവന്തം, ഭഗവാനെ യഥാ ഏതുവരെ അവിജ്ഞായ അറിയാതിരിക്കുന്നുവോ തഥാ അതുവരേക്കും പ്രകൃതേഹേ ആ പ്രകൃതിയുടെ ഗുണേഷു ആ ഗുണങ്ങളിൽ വിഷജ്ജേത ആസക്തനാകും. അങ്ങനെ ഗുണാഭിമാനി പ്രകൃതിയുടെ ഗുണങ്ങളിൽ അഭിമാനം കൊള്ളുന്ന സഹ ആ ജീവാത്മാവ് അവശഃ അവശനായിട്ട് ശുക്ലം സാത്വികമോ കൃഷ്ണം താമസമോ ലോഹിത വാ രാജസമോ ആയിരിക്കുന്ന കർമാണി കർമ്മങ്ങളെ കുരുതേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യഥാകർമ്മ ആ കർമ്മത്തിന് ഒത്ത അഭിജായതേച്ച മറുപിറവി എടുക്കുകയും ചെയ്യുന്നു. എന്നുകൂടി പറയാം. സ്വദൃക് സ്വപ്രകാശമുള്ള പുരുഷഹത്തു ആ ജീവാത്മാവാകട്ടെ പരം ഗുരും പരമഗുരുവും ആത്മാനം ആത്മസ്വരൂപനുമായിരിക്കുന്ന ഭഗവന്തം ഭഗവാനെ യഥാ ഏതുവരെ അവിജ്ഞായ അറിയാതിരിക്കുന്നുവോ തഥാ അതുവരേക്കും പ്രകൃതേഹേ ആ പ്രകൃതിയുടെ ഗുണേഷു ഗുണങ്ങളിൽ വിഷജ്ജേത ആസക്തനാകും. ഗുണാഭിമാനി പ്രകൃതിയുടെ ഗുണങ്ങളിൽ അഭിമാനം കൊള്ളുന്ന സഹ ആ ജീവാത്മാവ് അവശഃ അവശനായിട്ട് ശുക്ലം സാത്വികമോ കൃഷ്ണം താമസമോ ലോഹിതം വാ രാജസമോ ആയിരിക്കുന്ന കർമാണി കർമ്മങ്ങളെ കുരുതേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യഥാകർമ്മ ആ കർമ്മത്തിനൊത്ത അഭിജായതേച്ച മറുപിറവി എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് സ്വദൃക് പുരുഷഹത്തു പരം ഗുരും ആത്മാനം ഭഗവന്തം യഥാ അവിജ്ഞായ തഥാ പ്രകൃതേഃ ഗുണേഷു വിഷജ്ജേത ഗുണാഭിമാനീ സഹ അവശഃ ശുക്ലം കൃഷ്ണ ലോഹിതം വാ കർമാണി കുരുതേ യഥാകർമ്മം അഭിജായത്തെ കർമ്മ അഭിജായത്തെ. എന്നുകൂടി പറയാം. സ്വദൃക് പുരുഷഹത്തു പരം ഗുരും ആത്മാനം ഭഗവന്തം യഥാ അവിജ്ഞായ തഥാ പ്രകൃതേഃ ഗുണേഷു വിഷജ്ജേത ഗുണാഭിമാനീ സഹ അവശഃ ശുക്ലഃ കൃഷ്ണഃ ലോഹിതം വാ കർമാണി കുരുതേ യഥാകർമ്മ അഭിജായത്തെ. അപ്പം സ്വപ്രകാശം ഉള്ള ആ ജീവാത്മാവാകട്ടെ പരമഗുരുവും ആത്മസ്വരൂപനുമായിരിക്കുന്ന ആ ഭഗവാനെ ഏതുവരെ അറിയാതിരിക്കുന്നുവോ അതുവരേക്കും ആ പ്രകൃതിയുടെ ഗുണങ്ങളിൽ ആസക്തനാകും. അങ്ങനെ ആ പ്രകൃതിയുടെ ഗുണങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ആ ജീവാത്മാവ് അവശനായിട്ട് ആ സാത്വികമോ രാജസമോ താമസമോ ആയിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കണം.
അങ്ങനെ ആ കർമ്മങ്ങൾക്ക് യഥാകർമ്മം ഏത് പ്രകാരത്തിലുള്ള കർമ്മമാണോ അത് പ്രകാരത്തിലുള്ള ഒരു പുനർജന്മവും എടുക്കുന്നു. അപ്പോൾ പുരുഷൻ അഥവാ ജീവൻ സ്വയം പ്രകാശത്തോടു കൂടിയവനാണെങ്കിലും അതിനെപ്പറ്റി അറിവില്ലാതെ ആ ആത്മസ്വരൂപനും പരമഗുരുവുമായിരിക്കുന്ന ഈശ്വരനെ വിസ്മരിച്ച് ആ പ്രകൃതിയുടെ ഗുണങ്ങളിൽ ആസക്തനായിത്തീരുന്നു. അങ്ങനെ ആ ഗുണങ്ങളിൽ അഭിമാനിക്കുന്ന ജീവൻ പ്രകൃതിക്ക് അധീനനായിട്ട് അസ്വതന്ത്രനായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മങ്ങളുടെ സാത്വികം, താമസം, രാജസം എന്നീ സ്വഭാവാനുസാരേണ അതിന് അനുയോജ്യമായിരിക്കുന്ന യോനികളിൽ പുനർജന്മത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ജീവൻ ഈശ്വരാംശം തന്നെ, എന്നാൽ മായയ്ക്ക് അധീനപ്പെട്ട് അത് വിസ്മരിക്കപ്പെടുന്നു. ഈശ്വരോപാസനയിലൂടെ ആ മായാബന്ധം വിച്ഛേദിക്കാൻ പ്രയത്നിക്കാതെ മായയ്ക്കടിമപ്പെട്ടിട്ട് കാമ്യകർമ്മങ്ങളിൽ വ്യാപൃതനാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കർമ്മവിമുക്തിക്ക് പകരം കർമ്മ ആസക്തി വന്നു ചേരുകയും ആ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കർമ്മങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് അനുസരിച്ചുള്ള വിധത്തിൽ പുനർജന്മം പ്രാപിക്കുകയും ചെയ്യുന്നു. കർമ്മം 3 വിധമുണ്ട്: സഞ്ചിതം, പ്രാരബ്ധം, വർത്തമാനം. സഞ്ചിതത്തിൽ ഒരംശം അനുഭവിക്കാനാണ് ജന്മം, അതാണ് പ്രാരബ്ധം. അത് അനുഭവിച്ചേ മതിയാകൂ. പക്ഷേ ആത്മജ്ഞാനം കൊണ്ട് സഞ്ചിതത്തെ ക്ഷയിപ്പിക്കാം. വർത്തമാനം എന്നത് വന്നും പോയും ഇരിക്കുന്നതാണ്. തിളച്ച വെള്ളത്തിൽ കൈമുക്കിയാൽ പൊള്ളുന്നതും മറ്റും ഈ ഇനത്തിൽപ്പെടുന്നു. താൻ ആത്മസ്വരൂപിയും സ്വയം പ്രകാശിക്കുന്നവനുമായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണെന്ന ബോധം സഞ്ചിതത്തെ പോലും നശിപ്പിക്കും. അതിനായി പരിശ്രമിക്കാതെ പ്രകൃതിക്ക് അഥവാ അവിദ്യയ്ക്ക് അടിമപ്പെട്ട് വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ സഞ്ചിതത്തിന് ക്ഷയം വരുന്നില്ല, വൃദ്ധിയാണ് സംഭവിക്കുന്നത്. അത് നല്ലതായാലും ചീത്തയായാലും ജന്മജന്മാന്തരങ്ങളിലൂടെ അനുഭവിച്ചു തന്നെ തീരണം. അതുവരെ ജനന മരണങ്ങളുടെ പരമ്പര അവസാനിക്കുകയില്ല. ജീവൻ മുക്തി, വിവേകം ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. ഇത്യാദികളിലെ തത്വങ്ങളുടെ സംഗ്രഹമാണ് ഇവിടെ പറഞ്ഞു മേലെ കൊടുത്തിരിക്കുന്നത്. അവയെല്ലാം കാബിലത്തിലും മറ്റും വിശദീകരിച്ചു കഴിഞ്ഞവയാണ്. കൂടുതൽ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. ശുക്ലം അഥവാ വെളുപ്പ് സത്വത്തെയും, കൃഷ്ണം അഥവാ കറുപ്പ് തമസിനെയും, ലോഹിതം അഥവാ ചുവപ്പ് രജസ്സിനെയും പ്രതിനിധീകരിക്കുന്നു. ഇതിനാസ്പദമായിരിക്കുന്ന ബ്രഹ്മപുരാണം താഴെ ഉദ്ധരിക്കുന്നുണ്ട്. സ്വദൃക് എന്നാൽ സ്വയം പ്രകാശിക്കുന്ന എന്നാണ് അർത്ഥം. ആത്മാവിൻ്റെ 12 ഗുണങ്ങളിൽ ഒന്നാണ് സ്വദൃക് എന്ന് പറയുന്നത്. സ്വദൃക് ആത്മജ്യോതി സമ്രാട് ഇതി ഹോവാച ഇതി ശ്രുതേഹേ ശ്രീധരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ സ്വയം പ്രകാശനാണെങ്കിലും പുരുഷൻ ആത്മസ്വരൂപനും പരമഗുരുവും ആയിരിക്കുന്ന ഭഗവാനെ അറിയാതെ ആ പ്രകൃതി ഗുണങ്ങളിൽ ശക്തനായി തീരുമ്പോൾ ഗുണാസക്തനും അഭിമാനിയും ആയിരിക്കുന്ന ആ ജീവൻ അസ്വതന്ത്രനായിട്ട് കാമ്യകർമ്മങ്ങൾ ചെയ്യുകയും ആ ത്രിഗുണകർമ്മങ്ങളുടെ തോതനുസരിച്ച് അതാത് യോനികളിൽ ജനിക്കുകയും ചെയ്യണു എന്നർത്ഥം ആണ് ഈ ശ്ലോകത്തിൽ വരുന്ന അർത്ഥം. സകല അനർത്ഥ ഹേതുകമായിരിക്കുന്ന അജ്ഞാനത്തെ ആണ് ഈ 2 ശ്ലോകം കൊണ്ട് വിവരിക്കുന്നത്. ജീവൻ പരമാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപൻ ആയതിനാൽ സ്വയമേവ പ്രകാശിക്കുന്നവനും ആനന്ദപൂർണനും ആകുന്നു. ആ സത്യനില അറിയാത്തതിനാൽ ഹൃദയത്തിൽ ജ്ഞാനസ്വരൂപേണയും നിരന്തരം വിളങ്ങുന്ന ഭഗവാനെ എപ്പോൾ അറിയാൻ ആവുന്നില്ലയോ? അപ്പോൾ ആ ഗുണകാര്യങ്ങൾ ആയിരിക്കുന്ന ആ ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനമുണ്ടാകുന്നു. അത് നിമിത്തം പരാധീനനായിത്തീരണം. ആ ഗുണങ്ങൾക്ക് കീഴടങ്ങുന്നു. അപ്പോൾ സത്വാധിക്യത്താൽ പുണ്യമായും തമസിൻ്റെ ആധിക്യത്താൽ പാപമായും രജസ്സിൻ്റെ ആധിക്യത്താൽ പുണ്യപാപ സമ്മിശ്രം ആയുള്ള കർമ്മങ്ങളെ ചെയ്യുന്നു. ആ കർമാനുസരണം വീണ്ടും ജനിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. മമാഹമിതി കർമ്മകൃത്, ഞാൻ എൻ്റേത് എന്നുള്ള തുടങ്ങിയിട്ടുള്ള ആ ഭാവത്തിൽ കർമ്മം ചെയ്തിട്ട് കാമലേശാൻ, ആ കാമങ്ങളെ
അതിൽ കാമാസക്തനായിട്ട് ധ്യായൻഷേത്തെ ധ്യാനിച്ചുകൊണ്ട് കഴിയണു. അങ്ങനെ ആത്മാനമീശ്വര എന്ന ജാനന്തി, ഇത് ആത്മാവാണ്, ഈശ്വരനാണ് എന്നുള്ളതിനെ അറിയാതെ തഥാ അങ്ങനെ ആ പ്രകൃതി ഗുണേഷു സജ്ജത പ്രകൃതി ഗുണങ്ങളിൽ സക്തനായിത്തീരണം. തതഃ ഗുണാഭിമാനി അപ്രകാരം ആ ഗുണാഭിമാനിയായിരിക്കുന്ന അവൻ സത്വരജസ്തമം സ്തമോമയാനി സത്വം രജസ് തമസ് ഗുണങ്ങൾ തുടങ്ങിയിട്ടുള്ള 3 ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന കർമ്മങ്ങളെ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തത്തൽ സദൃശാൻ അതിന് അനുസരിച്ചിട്ടുള്ള ലോകങ്ങളെ പ്രാപിക്കുന്നു. ലോകാൻ പ്രാപ്നോതി. ഇതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മമാഹമിതി കർമ്മകൃത് ഞാനെന്നും എൻ്റേതും എന്നും തുടങ്ങിയിട്ട് അഭിമാനിച്ചു കൊണ്ടുള്ള കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് കാമലേശാൻ നിങ്ങൾക്ക് കാമാസക്തനായിട്ട് ധ്യായൻ ചിന്തിച്ച ശേതേ കഴിയണു. യഥാ അങ്ങനെ ആത്മാനം അങ്ങനെയുള്ള അവൻ ആത്മാനം ഈശ്വരം ന ജാനാതി ആത്മാവിനെയും ഈശ്വരനെയും ഒന്നും അറിയാതെ തഥാ എപ്രകാരം അറിയാതെ പ്രകൃതി ഗുണേഷു സജ്ജത പ്രകൃതി ഗുണങ്ങളിൽ സജ്ജമായിരിക്കുന്നു. അങ്ങനെ തതോ ഗുണാഭിമാനി അങ്ങനെയുള്ള ഗുണാഭിമാനിയായിരിക്കുന്ന ജീവൻ സത്വരജസ്തമം സ്തമോമയാനി സത്വം രജസ് തമസ് തുടങ്ങിയിരിക്കുന്ന ഗുണങ്ങളോട് കൂടിയ കർമ്മങ്ങൾ ചെയ്ത് അതിന് അനുസരിച്ചിട്ടുള്ള സദൃശാൻ അതിനനുസരിച്ചിട്ടുള്ള ലോകങ്ങളെ പ്രാപ്നോതി ലോകങ്ങളെ പ്രാപിക്കുന്നു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. മമാഹമിതി കർമ്മകൃത് കാമലേശാൻ ധ്യായൻ ശേതേ യദാത്മാനം ഈശ്വരം ന ജാനാതി തഥാ പ്രകൃതഗുണേഷു സജ്ജത തതോ ഗുണാഭിമാനി സത്വരജസ്തമോമയാനി കർമാണി കുറുവൻ തത്തൽ സദൃശാൻ ലോകാൻ പ്രാപ്നോതി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.